കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ADHD. എന്താണ് ADHD? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ തുടങ്ങിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത്. ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. ADHD എന്ന അവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക. രണ്ടാമത് ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് എപ്പോഴും ആക്റ്റീവായിരിക്കുക എന്നത്. ADHD ഉള്ള കുട്ടികളുടെ എനർജി ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. കുറച്ചു നേരം പോലും അടങ്ങിയിരിക്കാൻ അവർക്ക് കഴിയില്ല. അതുപോലെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും. ക്ഷമ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ആവേശം കൂടുതലുള്ളവരുമായിരിക്കും ഇവർ. ഇതെല്ലാം കുട്ടികളുടെ പഠനത്തെ അടക്കം ബാധിക്കാനും ഇടയുണ്ട്. എന്നാൽ ADHD ഉള്ള മുതിർന്നവരിൽ കാണുന്ന പ്രധാന ലക്ഷണം ഹ്രസ്വകാല മറവിയാണ്. ഇവർക്ക് സമയത്തെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. കാര്യങ്ങൾ ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കും. ജോലികൾ ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട്, ചെയ്യുന്ന കാര്യത്തിൽ സമ്പൂർണമായി മുഴുകിപ്പോവുക, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാനാവാതിരിക്കുക തുടങ്ങിയവയും മുതിർന്നവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. കുട്ടികളിലെ ഈ ഡിസോർഡർ പെട്ടെന്ന് ദേഷ്യം വരിക, തങ്ങളുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, കാരണമില്ലാതെ പ്രകോപിതരാകുക തുടങ്ങിയ ഒപ്പോസിഷണൽ ഡിഫൻസ് ഡിസോർഡറിലേക്കും, കള്ളം പറയുക, മോഷണം, ഒളിച്ചോടിപ്പോവുക തുടങ്ങിയ തീവ്രമായ കണ്ടക്ട് ഡിസോർഡേഴ്സിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. ADHD ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനിതകപരമായ ഘടകങ്ങൾ, തലച്ചോറിനേൽക്കുന്ന പരിക്കുകൾ, കുട്ടികളിലെ മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയെല്ലാം ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ്. കുട്ടികളിൽ ADHD കണ്ടെത്തിയാൽ ബിഹേവിയർ തെറാപ്പിയിലൂടെ അത് പതിയെ മാറ്റിയെടുക്കാനാകും. അതിന് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൂർണ്ണമായ സഹകരണം വേണമെന്ന് മാത്രം.